ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് വീട് പണിയാൻ 20 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ കിട്ടുന്ന പദ്ധതിയെ കുറിച്ചിട്ടാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തികം. ഹോം ലോണുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വലിയ പലിശയാണ്. ഇത് വലിയ ബാധ്യതയിലേക്ക് കുടുംബങ്ങളെ നയിക്കുകയും ചെയ്യും. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതായി റിപ്പോർട്ട്. സാധാരണക്കാർക്ക് യാതൊരു ജാമ്യവുമില്ലാതെ 20 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട്. ഇടത്തരം വരുമാനക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ. അടുത്ത സാമ്പത്തിക വർഷം തന്നെ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. വായ്പ അനുവദിച്ചതിന് ശേഷം തിരിച്ചടവിന് 30 വർഷം വരെ സാവകാശം ലഭിക്കും. കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ കൂടുതൽ കാലാവധി ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് ഗുണകരമാണ്. നഗരഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉണ്ടാകുമെന്ന് ബഡ്ജറ്റിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 എന്നൊരു പദ്ധതിയും കേന്ദ്രത്തിൻ്റെതായി നിലവിലുണ്ട്. PMAYU പദ്ധതിയിൽപ്പെടുത്തി 1 കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും. നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി. 5 വർഷത്തേക്ക് 10 ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. 2.30 ലക്ഷം കോടി രൂപ ഈ പദ്ധതിയിലൂടെ സബ്സിഡിയായി നൽകും. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മധ്യവർഗ കുടുംബങ്ങളുടെ പ്രതിഷേധം BJPക്ക് തിരിച്ചടിയായിരുന്നു. ഗ്രാമീണ ഇന്ത്യക്കൊപ്പം മധ്യവർഗ സമൂഹത്തിന്റെ പ്രതിഷേധം തണുപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. ഇടത്തരക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന വിലയിരുത്തലുകൾ സാധൂകരിക്കുന്നതാണ് പുതിയ പദ്ധതികൾ. അപ്പൊ ഈ സാധാരണക്കാർക്കൊക്കെ ഈടില്ലാതെ വായ്പ കിട്ടാന്ന് പറയുന്നത് വളരെ അനുഗ്രഹമാണ് അല്ല. ഈ പദ്ധതിയൊക്കെ എത്രയും വേഗം നടപ്പിലാവട്ടെ, എന്നാലാണ് നമ്മളെപ്പോലുള്ള ഇടത്തരക്കാർക്കൊക്കെ ആശ്വാസമായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.